നമസ്കാരം. മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സാബുവിന്റെ കൈ കൊണ്ടാണോ, ഷോൺ ജോർജിന്റെ കൈ കൊണ്ടാണോ, അതോ SFIയുടെ കൈ കൊണ്ടാണോ, ആരുടെ കൈ കൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ സംശയമുള്ളൂ. അത് ഷോൺ ജോർജിന്റെ കൈ കൊണ്ടാണോ, അതോ മാത്യു കുഴൽനാടന്റെ കൈ കൊണ്ടാണോ, അതോ സാബു ജേക്കബിന്റെ കൈ കൊണ്ടാണോ സംഭവിക്കാൻ പോകുന്നത് എന്നത് മാത്രമേ നമ്മൾ ഇനി തിരിച്ചറിയേണ്ടതുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, മാസപ്പടി കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഒരു ചർച്ചയിൽ, ഒരു മാധ്യമത്തിലെ ഒരു ചർച്ചയിൽ നടന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാം. കാരണം ഷോൺ ജോർജാണ് ഇപ്പോൾ ഈ കേസുമായിട്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഷോൺ ജോർജ് ഇപ്പോൾ BJP-കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം BJP-കാരനായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ CPM സഖാക്കൾക്ക് സ്വന്തം അണികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ, അന്തംഗമ്മികളായ അണികളെ പറഞ്ഞ് പഠിപ്പിക്കാം. പക്ഷേ ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം കാര്യങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ SFIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SFIയുടെ അന്വേഷണം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമല്ല. ഒരു കോടതിയും ഇതുവരെയും SFIയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അത് ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഹൈക്കോടതിയിൽ പോയി, കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയി അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ രണ്ടിടത്തും ഹൈക്കോടതികൾ അതിനെ തള്ളുകയാണ് ഉണ്ടായത്. ഒരു തടസ്സവും SFIയുടെ അന്വേഷണത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും SFIOയുടെ അന്വേഷണം വളരെ കാര്യമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ കേസ് മാർച്ച് 12-ാം തീയതിയിലേക്കാണ് കോടതി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ ദിവസങ്ങൾ കിട്ടും. അപ്പോൾ ആ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി കൊണ്ട് കൃത്യമായിട്ടും SFIO എന്ന് പറയുന്ന അന്വേഷണ വിഭാഗം വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കും, തെളിവുകൾ സംഘടിപ്പിച്ചിരിക്കും എന്നതാണ് ഷോൺ ജോർജ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം കോടതിയിൽ ഈ ഹർജിയുമായിട്ട് വാദം നടത്തിയതിനു ശേഷമാണ് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പോയിന്റ് അതാണ്. ഞാൻ വീണ്ടും അതിനെ ആവർത്തിക്കുന്നു. ഈ മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഷോൺ ജോർജ് പറഞ്ഞ ഇതാണ്. അത് ഷോൺ ജോർജിന്റെ കൈ കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ നമ്മുടെ മാത്യു കുഴൽനാടന്റെ കൈ കൊണ്ടാണോ, അതോ ഇന്നലെ പറഞ്ഞ നമ്മുടെ സാബു ജേക്കബിന്റെ കൈ കൊണ്ടാണോ എന്നതാണ് പ്രശ്നം. പക്ഷേ ഈ ഷോൺ ജോർജ് ഒരു കാര്യം കൂടി പറഞ്ഞു. സാബു ജേക്കബ് എന്നത് ഇത്തരത്തിൽ പറഞ്ഞാൽ മാത്രം പോരാ, അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ പ്രത്യേകിച്ച് പുറത്ത് കൊണ്ടുവരണം, അദ്ദേഹം ജനങ്ങളെ മുമ്പേ കാണിക്കണം. അല്ലാതെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. സാബു ജേക്കബ് എന്ന് പറയുന്ന 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്, വലിയൊരു മുതലാളിയാണ്, ഒക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം പൊതുരംഗത്തും ജനങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യാൻ വരുന്നതും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇവിടുത്തെ ഗവൺമെന്റിനെ മുച്ചൂടും തകർക്കാൻ പറ്റുന്ന ഒരു തെളിവ്, ഗവൺമെന്റിനെ താഴെ തള്ളിയിടാൻ പറ്റുന്ന ഒരു തെളിവ് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് സർക്കാരിനെ വരുതിയിലാക്കി നിർത്തിക്കൊണ്ടുപോകാനല്ല ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിക്കേണ്ടത് എന്ന് തന്നെയാണ് എനിക്കും ഞങ്ങൾക്കും ഒക്കെ പറയാനുള്ളതാണ്. അതുകൊണ്ട് ഷോൺ ജോർജിന്റെ പറഞ്ഞതുപോലെ തന്നെ നമ്മളും പറയുന്നു, സാബു ജോർജിന്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ അത് ജനത്തിന്, കോടതിക്ക് മുന്നിൽ പോകണം. മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ഒക്കെ എത്ര പാടുപെട്ടാണ് രേഖകൾ സംഘടിപ്പിച്ച് ഇവർ കോടതിയിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട് എങ്കിൽ നിങ്ങൾ പോവുക. എന്തായാലും SFIOയുടെ അന്വേഷണം ശക്തമാകുന്നുണ്ട്. അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടേക്കാം, CBI അന്വേഷണം അവർ റെക്കമെൻഡ് ചെയ്തേക്കാം. അങ്ങനെ CBI അന്വേഷണം വരുന്നെങ്കിൽ ആ CBI അന്വേഷണം കൂടെ കഴിയുമ്പോൾ കൃത്യമായിട്ടും മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കും. കാരണം ചിദംബരത്തിന്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, വലിയ പണക്കാരനായിരുന്നു, അതിഭയങ്കരമായ സ്വാധീനമുണ്ടായിരുന്നു, രാജ്യത്തെ പ്രമുഖന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും IAS IPS ഉദ്യോഗസ്ഥന്മാരായിട്ട് അടുപ്പ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാള് അവസാനം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. ഈ CBI അന്വേഷണം, SFIOയുടെ അന്വേഷണം കഴിഞ്ഞിട്ട് അവർ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് CBIക്ക് വിട്ടുകൊടുത്തു. CBIയുടെ അന്വേഷണം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അയാള് തെളിവുകളോട് കണ്ടെത്തി, പിടിച്ച് കഴുത്തിന് കുത്തി പിടിച്ച് ജയിലിലിട്ടു. പിണറായി വിജയനും കാലം അടുത്തുകൊണ്ടിരിക്കുന്നു, എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ കുറച്ചും കൂടി പിടിച്ചു നിൽക്കാം, കാരണം കൗണ്ട് ഡൗൺ തുടങ്ങിയാലും. കാരണം ചില അന്തർധാരകളുണ്ടെന്നുള്ള ധാരണ നമുക്കുണ്ട്. ആ അന്തർധാര ഒരുപാട് കാലം നിൽക്കില്ല എന്ന് എണ്ണപ്പെട്ടിരിക്കുന്നു കൃത്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാളുകളും കുടുംബത്തിന്റെ നാളുകളും.